ശശി തരൂരിന് മറുപടി പറയാൻ കോൺഗ്രസിന് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ കോൺഗ്രസ് തീരുമാനിച്ചത് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതെന്നല്ല. അപ്പം അതിനർത്ഥം കോൺഗ്രസ് മറുപടി പറയാൻ ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ടെന്നല്ല, പക്ഷെ അത് ശരിയല്ല. അദ്ദേഹത്തിന് ഒരു വീരപരിവേഷമാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യം അദ്ദേഹം പറയണം. ഒരു നമ്മൾ പറയാറില്ലേ, ഒരു സ്ഥലകാല ബോധമല്ല അദ്ദേഹത്തിന്, ഒരു 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 സ്ഥലജല ഭ്രമം, അതാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാത്ത രൂപത്തിലുള്ളത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഡിപ്ലോമാറ്റ് എന്ന രൂപത്തിലല്ല എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം. ഡിപ്ലോമാറ്റായിട്ട് ഒരുപാട് ആളുകൾ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുൻപുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അതൊക്കെ എനിക്കൊക്കെ തന്നെ അദ്ദേഹത്തോട് ഒരു പ്രത്യേകമായിട്ട് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നീക്കം, അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹം ഒരു ഇൻകൺസിസ്റ്റൻ്റ് നിലപാടാണ്. എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. ഒരുപക്ഷെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇത്രയും ഉന്നത സ്ഥാനീയനാക്കിയത്, 2 തവണ മന്ത്രിയാക്കി, അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി, അദ്ദേഹത്തെ ഫോറിൻ അഫയേഴ്സിന്, നമ്മൾ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി, എല്ലാ പദവികളും അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് സംതൃപ്തനല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എത്ര ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നുമില്ലാതെ, എത്ര മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണ്ടേ? കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്വമായ നിലപാടുണ്ടാകണം. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് അദ്ദേഹത്തിന് പോകേണ്ടത്, അദ്ദേഹം ഞങ്ങളോട് പറയണം. ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു സർവേ ഒക്കെ പുറത്തുവിടുന്നു. പലപ്പോഴും ഇപ്പോൾ താങ്കളുൾപ്പെടെയുള്ള പല ആളുകൾക്കും എങ്ങനെയാണ് എന്നെക്കുറിച്ച് നിങ്ങൾ സർവേ നടത്തി കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞാനാണോ പത്രക്കാരോട് പറയേണ്ടത്? ഞാനാണ് വലിയ, ഞാനാണോ പറയേണ്ടത്? ഈ തരൂരിനെ പോലെ ഒരു വിശ്വപൗരനായിട്ടുള്ള ഒരാള് പക്വതയില്ലാതെ പെരുമാറുന്നു. വിശ്വപൗരനെന്ന് നിങ്ങൾ പറയുന്നത്, ഞാൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വളരെ പ്രഗത്ഭമായ രൂപത്തിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്നും കേരളത്തിലുണ്ടെന്ന കാര്യം മറക്കരുത്. ഇന്ത്യ രാജ്യത്ത് ധാരാളമുണ്ട്. അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല എന്നതുകൊണ്ടല്ലേ കോൺഗ്രസ് സംയമനം പാലിക്കുന്നത്. പക്ഷേ എല്ലാ സംയമനത്തിനും ഒരു പരിധിയില്ലേ, ഒരു പരിധിയില്ലേ? കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമായിട്ട് കാണുന്നു എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഈ ഒരു കോൺഗ്രസിന്റെ ഒരു സംയമനം കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമായിട്ടാണ്? ദൗർബല്യമല്ല, കോൺഗ്രസിന് ശക്തിയാണത്. ഞങ്ങൾ തീരുമാനിച്ചത് അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ടത് അവഗണിക്കണമെന്നാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയാണ് ഇങ്ങനെ കൊണ്ടുപോകുക? ഈ സ്റ്റേൽമേറ്റ് ഇങ്ങനെ തുടരാൻ പറ്റുമോ? നടപടിയൊന്നും ഒരു കൊല്ലല്ലേ, നടപടി സൊല്യൂഷൻ അല്ല, അയാളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് എവിടെയാണ് ഇടമെന്നതിനെ കുറിച്ച് അദ്ദേഹമാണ് പറയേണ്ടത്. എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആത്മഹത്യക്കുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ആരെയും ഒരു രക്തസാക്ഷിയാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ വരുന്നു?